ഹായ്, CUT എക്സാമിന് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ചൂസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. സോ ഫിസിക്സ് ഇപ്പോൾ BSc ഫിസിക്സ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻസ് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണ്. ഫിസിക്സിൽ മറ്റ് എൻട്രൻസ് എക്സാംസിൽ വ്യത്യസ്തമായിട്ട് NCERTയിലെ +2 സിലബസ് മാത്രമാണ് ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. NCERT 2024-25 ബേസിലാണ് CUT. അതെപ്പോഴും എല്ലാ CUT എക്സാംസും +2 സിലബസ് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്നൊരു പരീക്ഷയാണ്. സോ അതിൽ നിങ്ങൾ ഫിസിക്സിൽ ഫോക്കസ് ചെയ്യേണ്ടത് NCERTയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സായ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ്സ്, ചാർജസ് ആൻഡ് ഫീൽഡ്സും പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ ഗോസസിലോ കൂളംസിലോ അതിൻ്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ 2024-25 നിങ്ങളുടെ NCERTയിൽ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിക്കാനുണ്ട്. കറണ്ട് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രധാനമായിട്ടും റെസിസ്റ്റേഴ്സിനെ കുറിച്ചും കോമ്പിനേഷൻസിനെ കുറിച്ചും ഗ്രൂപ്പിങ്ങിനെ കുറിച്ചും എല്ലാം കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. BA ക്യാരക്ടറിസ്റ്റിക്സ്, ഇലക്ട്രിക് എനർജി, പവർ, അതേപോലെ കിർച്ചോഫ് ലോ, കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. നെക്സ്റ്റ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ബയോട്ട് സവേഴ്സ് ലോ, ആംബിയർ സർക്യൂട്ടൽ ലോ, അതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും ടോർക്കും. അതേപോലെ മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാനമായിട്ടും ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിനോയിഡ്, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം പ്രോപ്പർട്ടീസ്, ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾസ്, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. EMI AC-ലേക്ക് വന്നു കഴിഞ്ഞാൽ EMI-യിലും AC-യിലും EMI-ലാണെങ്കിലും മോഷണൽ EMF ആയിക്കോട്ടെ, കഴിഞ്ഞ വർഷം പ്രീവിയസിൽ ചോദിച്ച അതേ പാറ്റേൺ തന്നെ. ഇപ്പോൾ മോഷണൽ EMF, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ്, ഫാരഡേസ് ലോ. AC-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ROLE സർക്യൂട്ട്, LOLE സർക്യൂട്ട്, LCR സീരീസ് സർക്യൂട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം അപ് ടു ട്രാൻസ്ഫോമേഴ്സ് വരെ. നെക്സ്റ്റ് EM വേവ്സ് ആണ്. EM വേവ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. റേ ഓപ്റ്റിക്സിൽ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പിന്നെ പ്രിസം, പിന്നെ അവർ പ്രധാനമായിട്ട് പറയുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. വേവ് ഒപ്റ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈജൻസ് പ്രിൻസിപ്പിളും, പിന്നെ റിലേഷൻസും, പിന്നെ ഇന്റർഫറൻസ് ഉണ്ട്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്, ഡിഫ്രാക്ഷൻ ഉണ്ട്, പോളറൈസേഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഡുവൽ നേച്ചർ ആണ്. ഡുവൽ നേച്ചറിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കണം, ശ്രദ്ധയോടെ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട്സ് ആണ്. പിന്നെ ഡിബ്രോയി വേവ് ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റംസ് ന്യൂക്ലിയറിലേക്ക് വന്നു കഴിഞ്ഞാലും ടെക്സ്റ്റ് 2024-25 ടെക്സ്റ്റ് ബുക്കിലുള്ള പാറ്റേണിലുള്ള എല്ലാ പോർഷൻസും അവിടെ നിന്ന് പഠിക്കണം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലാണ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വലിയൊരു മാറ്റം ഈ വർഷം വന്നിട്ടുള്ളത്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് അപ് ടു റെക്ടിഫയേഴ്സ് വരെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാകും. ലോജിക് ഗേറ്റ്സ്, അതേപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്, സെനർ ഡയോഡ്, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ലോജിക് ഗേറ്റ്സ് വെക്ട് എക്സാമിന് വേണ്ട. മറ്റ് എൻട്രൻസ് പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു പോർഷനാണ് ലോജിക് ഗേറ്റ്സ്. അത് നിങ്ങൾക്ക് CUT എക്സാമിന് ഇല്ല. അപ് ടു റെക്ടിഫയേഴ്സ് വരെയാണുള്ളത്. സോ നിങ്ങളുടെ QET.NTA.NIC എന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ ഇൻഫോർമേഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അവിടെ സിലബസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കോമ്പിനേഷൻസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് അവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. സോ അതെല്ലാം റെഫർ ചെയ്തിട്ട് സൈലത്തോടൊപ്പം തന്നെ നമുക്ക് CUT ക്രാക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു സൂൺ.